നമസ്കാരം. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് മനോഹരിയായിട്ടിരിക്കുക, ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുക. 4 ആൾക്കാർ സുന്ദരിയാണെന്ന് പറഞ്ഞു കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. നമ്മുടെ സ്കിന്നിൽ ചിലപ്പോൾ ടാൻ ഉണ്ടാവാം, ചെറിയ ചെറിയ പിമ്പിൾസ് ഉണ്ടാവാം. ഇതെല്ലാം കൺസീൽ ചെയ്ത് അതെങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് 4 ആളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ബേസ് മേക്കപ്പ് എന്ന് പറയുമ്പോഴേക്കും ഫൗണ്ടേഷനാണ് ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫൗണ്ടേഷന് ഇപ്പോൾ സ്കാർസ് ഉണ്ടാവും, ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ടാവും, പിമ്പിൾസ് ഉണ്ടാവും, ടാൻ ഉണ്ടാവും ചില ഏരിയയിൽ. ചില ഈ സ്മൈൽ ഏരിയയിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും. അപ്പോൾ അത് ഫസ്റ്റ് കവർ ചെയ്യാനായിട്ട് കൺസീൽ ചെയ്യാം. അപ്പോൾ കൺസീൽ ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രൈമർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഫസ്റ്റ് പ്രൈമർ യൂസ് ചെയ്ത് നമുക്ക് കൺസീൽ ചെയ്ത് കൺസീൽ ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്? കൺസീൽ ചെയ്യുമ്പോൾ ഡാർക്ക് ഷെയ്ഡ്സ് എല്ലാം ഈവൺ ആവും. വണ്ടി ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ടാൻ സ്കിൻ ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലവർ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ കൺസീലിലൂടെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ഒരു പ്രൈമർ ഇട്ടിട്ട് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ മേക്കപ്പിന് കുറച്ചും കൂടി എഫക്റ്റ് കൂടും. എന്താണ് ഈ പ്രൈമർ കൊണ്ട് നമുക്ക് ഉള്ള യൂസ്? എന്താണ് പ്രൈമർ? നമ്മുടെ സ്കിന്നിനും മേക്കപ്പിനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബേസ് കോട്ടായിട്ട് പ്രൈമർ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രൈമർ ഇട്ട് കഴിഞ്ഞു. ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനുള്ളത്? ഇനി കൺസീലിംഗ് ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇയാൾക്ക് അധികം ഇല്ലെങ്കിലും ഈ ലിപ് സൈഡ് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്. അപ്പോൾ ബേസ് ഇടുന്നതിന് മുന്നേ കൺസീൽ ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് കൺസീലിംഗ് മിക്സ് ആയിട്ടുള്ള ബേസാണ് ഇടാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ഇപ്പോൾ ഫൗണ്ടേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഇത് നല്ല ഓയിലി ആയിട്ടുള്ളവർക്ക് ക്രീമി യൂസ് ചെയ്യാണ്ടിരിക്കുക, ലിക്വിഡ് ആയിരിക്കും ബെസ്റ്റ്. നല്ല ഡ്രൈ ആയിട്ടുള്ളവർക്ക് കുറച്ചുകൂടി ക്രീമി ആയിരിക്കും ബെസ്റ്റ്. ഇപ്പോൾ ലൈറ്റ് മേക്കപ്പ് ആയതുകൊണ്ട് ലൈറ്റായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബേസ് ഇടുമ്പോഴേ ചിലരുടെ ഫേസ് റൗണ്ട് ആയിരിക്കും, ചിലരുടെ ഓവലായിരിക്കും. അപ്പോൾ നമുക്കധികം വലുതായിട്ട് തോന്നാതെ ചെറുതായിട്ട് തോന്നാനാണെങ്കിൽ ഇത്രയും പോർഷൻ മാത്രം ബേസ് ഇട്ടിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കളയാം. ഇപ്പോൾ സിമ്പിൾ മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കോണ്ടോറിങ് ഒന്നും ചെയ്യണില്ല, സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഫൗണ്ടേഷൻ ഇട്ട് കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വലിയ ഫേസ് ആയിട്ട് റൗണ്ടായിട്ട് തോന്നും, കുറച്ച് ഭയങ്കര വീതിയുള്ള പോലെയൊക്കെ തോന്നും. അപ്പോൾ കുറച്ചിട്ടിട്ട് ഈ ഏരിയ മാത്രം കവർ ചെയ്യാം. എന്താണ് ബ്യൂട്ടി ബ്ലെൻഡർ? ഈ സ്പോഞ്ചിന് ബ്യൂട്ടി ബ്ലെൻഡർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്പോഞ്ച് തന്നെയാണ്, നല്ല സ്മൂത്ത് ആയിരിക്കും. ബേസ് ഇട്ടിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ബ്രഷിനേക്കാൾ കൂടുതൽ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്രഷിൻ്റെ സ്ട്രോക്ക് എന്തായാലും ലൈറ്റായിട്ട് നമ്മുടെ ഫേസിലുണ്ടാവും. നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ആ ഫിനിഷിങ് കണ്ടു കഴിയുമ്പോൾ അറിയാൻ പറ്റും. ഇതിലാണെങ്കിൽ നല്ല ഫിനിഷിങ് ആയിരിക്കും. ഇതിപ്പോൾ വളരെ മൈൽഡായിട്ട് ഇട്ടിരിക്കുന്നത്, നമുക്ക് നോർമലി പുറത്തു വന്നിട്ട് മൈൽഡായിട്ട് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത് വന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ പോലും മേക്കപ്പ് ഇടണമെന്ന് തോന്നില്ല. ഇതിപ്പോൾ നമ്മൾ കൺസീൽ ചെയ്തപ്പോൾ അതിൽ ബേസ് ഫൗണ്ടേഷനും കൂടി ഇട്ടാണ് ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ കോമ്പാക്റ്റ് ഇടണം. കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ പൗഡറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഓയിലി ഫീല് മാറി കുറച്ചൊന്ന് സെറ്റാവും. ഓക്കെ, പല ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും കുറച്ചും കൂടി ഇപ്പോൾ എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആണ്. എല്ലാവരുടെയും ബാഗിൽ ഒരു കോമ്പാക്റ്റ്, ഒരു ഐ പെൻസില്, മസ്കാര, ലിപ്സ്റ്റിക്ക് ഇത് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കും. അഞ്ജലിയുടെ ഫേസിൽ പ്രൈമർ ഇട്ടു, അതിനുശേഷം കൺസീലും ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം കോമ്പാക്റ്റ് ഇട്ട് ഫില്ല് ചെയ്തു. ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ബേസ് മേക്കപ്പ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഇന്ന് ജീന മാം പറഞ്ഞത്. ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ആദ്യം പ്രൈമർ യൂസ് ചെയ്യുക, പിന്നെ കൺസീൽ പ്ലസ് ഫൗണ്ടേഷൻ മിക്സ് ചെയ്ത് ഒന്ന് ബേസ് കോട്ട് ചെയ്തു, അതൊന്ന് ബ്ലെൻഡ് ചെയ്യാനായിട്ട് കോമ്പാക്റ്റ് യൂസ് ചെയ്തു. This is 24.